അധ്യാത്മരാമായണം ആരണ്യകാന്ഡം മാരീച നിഗ്രഹം. മാരീചൻ്റെ മാനായുള്ള മായാവേഷം സീതയെ വല്ലാതെ ഭ്രമിപ്പിച്ചു. സീതയുടെ നിർബന്ധത്തിന് വഴങ്ങി രാമൻ സീതയെ ലക്ഷ്മണനെ സുരക്ഷയ്ക്കായി ഏൽപ്പിച്ച് മാനെ പിടിക്കാൻ പിന്തുടർന്നുപോയി. വല്ലാതെ ശുണ്ഠി പിടിപ്പിച്ചു മാൻ ശ്രീരാമനെ. ഒടുവിൽ രാമൻ മാനിൻ്റെ നേരെ ശരമയച്ചു. മായയായി വന്ന മാൻ മലമറിയും പോലെ രാക്ഷസവേഷത്തോടെ നിലം പതിച്ചു. തെറ്റി ധരിപ്പിക്കാനായി ഹാ ലക്ഷ്മണ എന്ന് അലറി വിളിച്ചുകൊണ്ട് മരിച്ചു. രാമന് ആപത്തെന്ന് കരുതി സീത ലക്ഷ്മണനോട് വേഗം അവിടേക്ക് പോകാൻ പറഞ്ഞു. എല്ലാം ഊഹിച്ച് മനസ്സിൽ ഉറപ്പിച്ച ലക്ഷ്മണൻ അത് നിരസിച്ചു. സീത ലക്ഷ്മണനെ നിലവിട്ട് അധിക്ഷേപിക്കാൻ തുടങ്ങി. ചെവി പൊത്തി നിനക്ക് നാശം അടുത്തെന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മണൻ സീതയെ തനിച്ചാക്കി ശബ്ദം കേട്ട സ്ഥലം അന്വേഷിച്ചു പോകുകയായി. മായാ നിർമ്മിതമായ കനകമൃഗം കണ്ടു മായാസീതയും രാമചന്ദ്രനോടുര ചെയ്താൾ. ഭർത്താവേ കണ്ടീലയോ കനകമയ മൃഗം എത്രയും ചിത്രം ചിത്രം രത്നഭൂഷിതമിതം. പേടിയില്ലിതിനേതുമെത്രയും അടുത്തു വന്നിടുന്നു. മെരുക്കമുണ്ടെത്രയുമെന്നു തോന്നും. കളിപ്പാനതിസുഖമുണ്ടിതു നമുക്കിങ്ങു വിളിച്ചിടുക. വരുമെന്നു തോന്നുന്നു നൂനം. പിടിച്ചുകൊണ്ടിങ്ങു പോന്നിടുക വൈകിടാതെ. മടിച്ചിടരുതേതും ഭർത്താവേ ജഗൽപദേ. മൈഥിലി വാക്യം കേട്ടു രാഘവനരുൾ ചെയ്തു. സോദരൻ തന്നോടു നീ കാത്തുകൊള്ളുക വേണം സീതയെ. അവൾക്കൊരു ഭയവും ഉണ്ടാകാതെ യാതുദാനന്മാരുണ്ടു കാനനം തന്നില്ലെങ്ങും എന്നരുൾ ചെയ്തു. ധനുർബാണങ്ങളെടുത്തുടൻ ചെന്നിതു മൃഗത്തെ കൈക്കൊള്ളുവാൻ ജഗന്നാഥൻ. അടുത്തു ചെല്ലും നേരം വേഗത്തിലോടിക്കളഞ്ഞടുത്തു കൂടായെന്നു തോന്നുമ്പോൾ മന്ദം മന്ദം അടുത്തു വരുമപ്പോൾ പിടിപ്പാൻ ഭാവിച്ചിടും. പടുത്വമോടു ദൂരെ കുതിച്ചു ചാടും. അപ്പോൾ ഇങ്ങനെ തന്നെയൊട്ടു ദൂരത്തായതു നേരം എങ്ങനെ പിടിക്കുന്നു. വേഗമുണ്ടിതിനേറ്റം എന്നുറച്ചാശ വിട്ടു. രാഘവനൊരു ശരം നന്നായി തൊടുത്തുടൻ വലിച്ചു വിട്ടിടിനാൻ. പൊന്മാനും അതുകൊണ്ട് ഭൂമിയിൽ വീണ നേരം വന്മല പോലെയൊരു രാക്ഷസ വേഷം പൂണ്ടാൻ. മാരീചൻ തന്നെ ഇത് ലക്ഷ്മണൻ പറഞ്ഞതു നേരത്രയെന്നോ രഘുനാഥനും നിരൂപിച്ചു. ബാണമേറ്റവനിയിൽ വീണപ്പോൾ മാരീചനും പ്രാണവേദനയോടു കരഞ്ഞാനയ്യോ പാപം. ആഹാ ലക്ഷ്മണ മമ ഭ്രാതാവേ സഹോദരാ. ആഹാ മേ വിധിബലം പാഹി മാം ദയാനിധി. ആതുരനാദം കേട്ടു ലക്ഷ്മണനോട് ചൊന്നാൾ സീതയും. സൗമിത്രേ
നീ ചെല്ലുക വൈകിടാതെ. അഗ്രജനുടെ വിലാപങ്ങൾ കേട്ടിലേ ഭവാനുഗ്രന്മാരായ നിശാചരന്മാർ കൊല്ലും മുമ്പേ രക്ഷിച്ചു കൊള്ളുക ചെന്നു ലക്ഷ്മണ മടിയാതെ. രക്ഷോവീരന്മാരിപ്പോൾ കൊല്ലും അല്ലെങ്കിൽ അയ്യോ. ലക്ഷ്മണനതു കേട്ടു ജാനകിയോടു ചൊന്നാൻ ദുഃഖിയായി, അയ്യോ ദേവി കേൾക്കണം മമ വാക്യം. മാരീചൻ തന്നെ പൊന്മാനായി വന്നതവൻ, നല്ല ചോരനെത്രയുമേവം കരഞ്ഞതവൻ തന്നെ. അന്ധനായി ഞാനുമിതു കേട്ടുപോയകലുമ്പോൾ നിന്തിരുവടിയേയും കൊണ്ടുപോയിടാമല്ലോ. പങ്ക്തി കന്ധരൻ തനിക്കതിനുള്ളുപായമിതെന്തറിയാതെ അരുൾ ചെയ്യുന്നിതത്രയല്ല. ലോകവാസികൾക്കാർക്കും ജയിച്ചുകൂടായല്ലോ രാഘവൻ തിരുവടി തന്നെ എന്നറിയണം. ആർത്തനാദവും മമ ജ്യേഷ്ഠനുണ്ടാകയില്ല. രാത്രിചാരികളുടെ മായ ഇത് അറിഞ്ഞാലും വിശ്വനായകൻ കോപിച്ചിടുകിലരക്ഷണാൽ വിശ്വസംഹാരം ചെയ്യുവാൻ പോരുമെന്നറിഞ്ഞാലും അങ്ങനെയുള്ള രാമൻ തൻ മുഖാംബുജത്തിൽ നിന്നെങ്ങനെ ദൈന്യനാദം ഭവിച്ചിടുന്നു നാദേ. ജാനകി അതു കേട്ടു കണ്ണുനീർ തൂകി തൂകി മനസ്സേ വളർന്നോരു ഖേദകോപങ്ങളോടും ലക്ഷ്മണൻ തന്നെ നോക്കി ചൊല്ലിനാൾ അതു നേരം, രക്ഷോജാതിയിലത്രേ നീയും ഉണ്ടായി നൂനം. ഭ്രാതൃനാശത്തിനെത്രേ കാംക്ഷയാകുന്നു തവ ചേതസി ദുഷ്ടാത്മാവേ. ഞാനിതോർത്തിലയല്ലോ. രാമനാശകാംക്ഷിതനാകിയ ഭരതന്റെ കാമസിദ്ധ്യർത്ഥം അവൻ തന്നെ നിയോഗത്താൽ കൂടെ പോന്നിതു നീയും. രാമനു നാശം വന്നാൽ ഗൂഢമായി എന്നെയും കൊണ്ടങ്ങു ചെല്ലുവാൻ നൂനം. എന്നുമേ നിനക്കെന്നെ കിട്ടുകയില്ല നാനും. ഇന്നുമൽ പ്രാണത്യാഗം ചെയ്വൻ ഞാൻ അറിഞ്ഞാലും. ചേതസി ഭാര്യാഹരണോദ്യുതനായ നിന്നെ സോദരബുദ്ധ്യാധരിച്ചീല രാഘവനേതും. രാമനെ ഒഴിഞ്ഞു ഞാൻ മറ്റൊരു പുരുഷനെ രാമപാദങ്ങളാണ് തീണ്ടുകയില്ലയല്ലോ. ഇത്തരം വാക്കു കേട്ടു സൗമിത്രി ചെവി രണ്ടും സത്വരം പൊത്തി പുനരവളോടുര ചെയ്താൻ. നിനക്കു നാശം അടുത്തിരിക്കുന്നിതു ഭാരമെനിക്കു നിരൂപിച്ചാൽ തടുത്തുകൂടാതാനും. ഇത്തരം ചൊല്ലിയിടുവാൻ തോന്നിയതെന്തേ ചണ്ഡി? ദിഗ്ദിഗത്യന്തം ക്രൂരചിത്തം നാരികൾക്കെല്ലാം. വനദേവതമാരെ പരിപാലിച്ചുകൊള്ളിൻ. മനുവംശാദീശ്വര പത്നിയെ വഴിപോലെ. ദേവിയെ ദേവകളെ ഭാരമേൽപ്പിച്ചു മന്ദം. പൂർവജൻ തന്നെ കാൺമാൻ നടന്നു സൗമിത്രിയും. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ
ഹരേ